market and he bought a mango fruit. I will give you my dear curdy monkey donkey sat. സൂക്ഷിച്ചു പിടിക്കണേ, അല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ താഴെ വീണ് മണ്ണ് പറ്റും. എത്രയുണ്ട്? രണ്ടും കൂടി ഒരു 40 കിലോ വരും. അത്രയും തോന്നില്ലല്ലോ. കട്ട് വിൽക്കുന്നവരെ ഞാനെങ്കിലും കള്ളം പറയത്തില്ല കേട്ടോ. കണ്ടാലേ അറിയാം. കടുകൊക്കെ തിന്നേണ്ട ഇറച്ചിയാ നീ ചുളു വിലക്ക് വാങ്ങി ഹോട്ടലിൽ കൊണ്ട് വിൽക്കുന്നത്. അയ്യടാ. പിന്നെ ഇന്ന് മുതൽ കുറച്ച് വില കൂട്ടി തരണം, അല്ലെങ്കിൽ എനിക്ക് നഷ്ടാ. കയ്യിൽ നിന്ന് കാശിയിലൊന്നുമില്ലല്ലോ. എന്നാലും കുറച്ച് റിസ്ക് അല്ലേ? എന്താണ് അനക്കമില്ലാത്ത? ഒന്നുമില്ല. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടോല് രീച്ച പോയതാ. വാഴച്ചു പിടിടാ. നീ കോഴി അങ്ങോട്ട് പിടി. പെരുമ്പാമ്പിൽ എഴുന്നായിട്ടോ കോഴിയാ. പിന്നെ എല്ലാം കൂടി മൊത്തം കാശ് ഇന്ന് തന്നെ വീട്ടിൽ കൊടുത്തേക്കണം. ഇവിടെയുള്ള മൃഗങ്ങളുടെ ഭക്ഷണം എടുത്ത് പുറമെ കൊടുത്ത് കാശാക്കളാ മൃഗ തെണ്ടി. എന്റെ പൊന്നു മണിയുണ്ട, ഇത് ആരോടും പറയരുത്. പകരം നിനക്ക് തരാം. എടാ കള്ള, നിന്നെ ഞാൻ സൂപ്പറിനെ ഏൽപ്പിക്കടാ. സാറേ നിക്കില്ല, നിങ്ങൾ ഓടണ്ട. എന്താണ് ഇത്? ഇവിടെ എന്താ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വ്യായാമം ചെയ്തില്ല, അതുകൊണ്ടൊന്ന് ഓടി നോക്കിയതാ. താനും വ്യായാമം ചെയ്യാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. ഇവന്റെ പണി തെറിക്കാനുള്ള വ്യായാമം ഞാൻ കണ്ടുപിടിച്ചു സാർ. ഇവൻ കള്ളനാ സാർ, കള്ളൻ. ഞാൻ പറയും. അനീതിക്ക് അക്രമത്തിന് കൂട്ട് കണ്ണ് കിട്ടില്ല. നീ കാര്യം പറ സാർ. ഇവിടെയുള്ള കടുവയും പുലിയും സിംഹം തിന്നാനുള്ള ഇറച്ചി മുഴുവൻ അപ്പുറത്തെ ഹോട്ടലിലേക്ക് ഇവൻ മറച്ചു വെക്കുക. തത്തയ്ക്കും കരടിക്കും കുരങ്ങനുള്ള പാലും പഴം ആരാ കഴിക്കണമെന്ന് അറിയാമോ? ഇവന്റെ ഭാര്യയും മക്കളും. ഞാനത് 3-4 ദിവസമായി കണ്ടുവരുന്നത്. ഇന്നത് കയ്യോടെ പിടിച്ചപ്പോ അവിടെ ഓടി രക്ഷപ്പെട്ടതവൻ കള്ളൻ. ഇവനെ പോലുള്ളവന്മാരെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന ഈ കൂട്ടി കിടക്കണ വന്യമൃഗങ്ങളൊക്കെ വിശന്ന് പൊരിഞ്ഞ് പൂച്ചകളാവും സാർ. കള്ളമാണ് സാർ, പച്ചക്കള്ളം. കേടായ ഇറച്ചി മൃഗങ്ങൾക്ക് കൊടുത്ത വയറിന് അസുഖം പിടിക്കുമല്ലോ എന്ന് കരുതി കേടായത് മാത്രം പുറത്തു കൊണ്ട് കളഞ്ഞതാ. അത് കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക അയാള്. സംശയം ഉണ്ടെങ്കിൽ സാർ ആ കൂട്ടിലേക്ക് ഒന്ന് നോക്കണം. വയറ് നിറച്ച് എന്നിട്ട് മിച്ചം വെച്ചിരിക്കും സാറ്. കണ്ടോ, എന്നെ ദ്രോഹിക്കാൻ ഇവൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് കെണിയാ ഇതൊക്കെ. എന്റെ ബുദ്ധി കൊള്ളാം. സാർ ഒന്ന് മണത്തോക്കേ. മണ്ണെണ്ണ മാറുന്നു. പപ്പടം പഴം പായസം 8 തരം കറിയും കൂട്ടി സദ്യ കഴിക്കാതിരിക്കുമ്പോ ഇലയുടെ തുമ്പത്ത് അല്പം കോഴിത്തട്ട് എന്ന സാറ് കഴിക്കോ? അതെവിടെ സംഭവിച്ചേ? മണ്ണെണ്ണ നാര് ഏത് മൃഗ സാറെ ഭക്ഷണം കഴിക്കാ? ഇപ്രാവശ്യത്തേക്ക് മാപ്പാക്കണം സാർ, ഇനി മേൽ ആവർത്തിക്കില്ല. നീ ഓഫീസിലേക്ക് വാ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ ഇവിടെ നിർത്തണം. സൂപ്പറുണ്ടല്ലേ? അതെ. AC, TV, ഫ്രിഡ്ജ്, സ്റ്റീരിയോ, VCR, വാഷിംഗ് മെഷീൻ, ക്യാമറ, സെല്ലാർ, ഇതിലേത് വേണമെങ്കിലും ചോദിച്ചു തരാൻ ഞാൻ തയ്യാറ്. കച്ചവടക്കാരനാണല്ലേ? ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ചേച്ചേ, കോടീശ്വരനായ ഒരു ഗൾഫുകാരന്റെ മുഖത്ത് നോക്കി കച്ചവടക്കാരനാണെന്ന് ചോദിച്ചല്ലോ. സാരമില്ല, ഒന്നുകൂടി പറയുന്നു, മേൽ പറഞ്ഞ ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഫ്രീ ആയിട്ട് തരാൻ ഞാൻ തയ്യാറ്. പറ്റുണ്ടോ? ഒരു പ്രത്യുപകാരം ചെയ്താൽ മതി. മനസ്സിലായില്ല. സൂപ്പറുണ്ട് വിചാരിച്ചാൽ ഒരു 3 മാസത്തിനകം എന്റെ കല്യാണം നടക്കും. എനിക്കതിന് ബ്രോക്കർ പണിയൊന്നുമില്ല. അധികാരമുണ്ടല്ലോ, ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടാനുള്ള അധികാരം. ആരെ? ആ ടെമ്പററി ജോലിക്കാരൻ മണികണ്ഠൻ, അവൻ എന്റെ ശത്രുവാ. ഇനി കാശായിട്ടാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കാതെ താനൊന്നും അടങ്ങില്ലല്ലേ? താൻ എന്താ കരുതിയത് പ്രലോഭനങ്ങളിൽ വീഴുന്നവനാണ് ഞാനെന്നോ? കേട്ടോ, ഇപ്പൊ തന്നെ ഇറച്ചി മറച്ച വിറ്റ കേസിൽ പ്രതിയായ ഒരുവനെതിരെ പേപ്പർ ശരിയായിക്കൊണ്ടിരിക്കാൻ ഞാൻ. സാർ, ഇതുപോലൊരു പ്രലോഭനത്തിൽ വീണുപോയതാ ഞാനും. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. പോടോ. ഒരുത്തന്റെ ജോലി കളയിക്കാൻ എളുപ്പ, അതുണ്ടാക്കി കൊടുക്കാൻ വിഷമാ. അതോർത്താ സാർ ഞാൻ പറയുന്നത്. ഒന്നും പറയാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ രാജപ്പൻ, വയൽ നേർത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പൻ. 3 മാസത്തിൽ കൂടുതൽ മണികണ്ഠൻ ഇവിടെ ജോലിക്കുണ്ടാവില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. See you. സാർ ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്നില്ലല്ലോ. നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു. സാറിനെ ഞാൻ സഹായിക്കാം.
മണികണ്ഠൻ എന്റെയും സാറിന്റെയും പൊതു ശത്രുവാ. അവനെ ഈ കാഴ്ച ബംഗ്ലാവിന് പുറത്താക്കേണ്ടത് എന്റെയും കൂടി ആവശ്യം. അവൻ ഇവിടെ ജോലി സ്ഥിരപ്പെട്ടാൽ എന്റെ ജോലി തെറിക്കുന്നുള്ള ഉറപ്പാ. പക്ഷെ അവന് സൂപ്രണ്ടിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നെന്താ ഒരു വഴി? വഴി വല്ലതുകൊണ്ട്. നേരായ വഴിയുണ്ട്, വളഞ്ഞ വഴിയുണ്ട്, കുറുക്ക് വഴിയുണ്ട്. ഏത് വേണം? നിനക്കാവുമ്പോ വളഞ്ഞ വഴി അറിയൂ, പറ. മണികണ്ഠൻ ജോലിക്ക് കയറിയിരിക്കുന്നത് മറ്റൊരുത്തൻ ലീവ് വേക്കൻസിയില്ല. അവനെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ സംഗതി ക്ലീൻ. ആരായാള്? സുവാസു. സുവാസു? ആ, സൂവിൽ ജോലി ചെയ്യുന്ന വാസു. സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. എങ്കിൽ അയാളെ കാണണം. കാശ് എത്ര ആണേലും മുടക്കാം. കാശിലൊന്നും വീഴില്ല. ആളൊരു വട്ട് കേസാ. മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവനാ സുവാസു. മൃഗഭാഷയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആനമലയിലെ ആദിവാസി കോളനിലേക്ക് പോയിരിക്കായി സുവാസു. എങ്ങനെ ഇവിടെ താമസിക്കും? എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാൻ ഒന്ന് പാടിയല്ലേ? പാടിയതാണോ? ആരടാ പാമ്പുകൾ? അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. പേടിച്ചു പോയി. ഇനി എത്ര പോണോടേ? ആ മലയുടെ നിറകെ ഒരു വെളിച്ചം കണ്ടോ? അവിടം വരെ പോണം. എന്റെ അറബി ദൈവങ്ങളെ, ഒരു കല്യാണം കഴിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങള്. എന്റെ കൈ വട്ടം പിടിക്കണേ. കുറുക്കലോലിയിടുന്ന കേട്ടില്ലേ? എന്റെ അതിന്റെ പൊരുള് കാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. എന്റെ ദേവരെ, കൂട്ടരെ അമ്പും പില്ലെടുക്കി. ഒന്നല്ല, രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. മീൽസിനായിരിക്കും. ദൂരെ രണ്ട് കണ്ണുകൾ കാണുന്നു. രാത്രി കാലങ്ങൾ പുലിയുടെ കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കും. വിഷം പുരട്ടി വേണ്ട കൂപ്പ, മൃഗങ്ങളെ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ മയക്കുമരുന്ന് പുരട്ടി അമ്പുകൾ അയച്ചു അൺകോൺഷ്യസ് ആകട്ടെ. പക്ഷേ കരച്ചിലല്ലേ കേട്ടത്? അത് പുലിയുടെ കരച്ചില് തന്നെ. പുലി എന്റെ അമ്മേനെ വിളിച്ച് കരയും. പുലിക്ക് വലിയ അമ്മയും പെങ്ങന്മാരും. അവരെ വിളിച്ച് കരഞ്ഞുകൂടെ? വരി, പോയി നോക്കാം. ഇവരെന്ത് ചെയ്യാൻ പോണു? മലങ്കാളിക്ക് ഗുരുതി കൊടുക്കാൻ പോകും. അയ്യോ മൂപ്പ, ഇവൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നവനാണ്. അവനെ വെറുതെ വിട്ടേക്ക്. നിർബന്ധമാണെ മറ്റവനെ തട്ടിയേക്ക്. സുവാസോട്ടാ, ഈ സാറിനോട് ഇത്തിരി കരുണ കാണിക്കണം. കരുണ കാണിക്കാൻ ഞാനൊരു കരുണാനിധിയോ? എനിക്ക് മനുഷ്യരോട് കരുണയില്ല, മൃഗങ്ങളോടേ ഉള്ളൂ. മൃഗങ്ങളോടുള്ള ക്രൂരത അറിയിക്കാൻ വന്നതാ ഞാനും ഈ സാറ്. എവിടെയാണ് ക്രൂരത? ആരാണ് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത്? ചേട്ടന്റെ ലീവ് വേക്കൻസിയിൽ ഒരു 60കാരൻ ചാർജ് എടുത്തിട്ടുണ്ട്. ആര്? മണികണ്ഠൻ. മണി കണ്ടാലും ഇല്ലെങ്കിലും അവന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. കടുവയ്ക്കും പുലിക്കും കൊടുക്കേണ്ട ഇറച്ചി മുഴുവൻ മറിച്ചു വെക്കല അവന്റെ പണി അല്ലേ? എനിക്ക് ഉടനെ ചാർജ് എടുക്കണം. എനിക്ക് എന്റെ മൃഗമക്കളെ കാണണം. എവിടെ എന്റെ പൊന്നോമന മക്കൾ? മക്കളെ, മക്കളെ, ഞാൻ വന്നടാ. മിസ്റ്റർ മണികണ്ഠൻ, എല്ലാം കെട്ടിപ്പറക്കി പോ, റെഡി ആയിക്കോ. ഇപ്പൊ നിന്റെ മുന്നിലൂടെ ഓടിപ്പോയ ആളാരെന്നറിയോ? അതാണ് സുവാസു, ഹെഡ് കീപ്പർ. അയാളൊന്ന് ജോയിൻ ചെയ്യും, നിന്റെ ജോലി തെറിക്കുകയും ചെയ്യും. സുഭാഷേട്ടൻ മോനെ, എന്റെ മോനെ. ഓ, എന്റെ കളിക്കൂട്ടുകാരാ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഏത് തെണ്ടിയാടാ നിന്നെ പട്ടിണി കിട്ടത്? പറ, അവനെ പിടിച്ച് ഞാൻ നിനക്ക് തിന്നാനിട്ട് തരാം. വാസുട്ടൻ അല്ല, സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. ഞാൻ ചേട്ടനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടു? നല്ലതോ ചീത്തയോ? നല്ലത്. എങ്കിൽ ശരിയാണ്. നീ ആരാണ്? മണികണ്ഠൻ. സുവാസു. അതെ, എന്റെ ലീവ് വേക്കൻസി കയറിയിട്ട് എന്റെ കുഞ്ഞുങ്ങളെ പൊട്ടണിക്കിട്ട് നായിന്റെ മോ. നായി വേണ്ട, നായി നന്ദിയുള്ളതാ. മനുഷ്യന്റെ മോനെ. ചേട്ടൻ എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരക്ഷരം സംസാരിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യും. നിന്നെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും. ചേട്ടാ, ചേട്ടന് മൃഗഭാഷ അറിയാവുന്നല്ല. അവറ്റോട് ഒന്ന് ചോദിച്ചു നോക്ക്. എന്റെ പൊന്നോമനെ കുഞ്ഞുങ്ങളെ അവറ്റകളെന്ന് വിളിച്ചോ. എനിക്കിപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പെർമനന്റ് ആവും. നിന്നെ ഒരു നിമിഷം വെച്ചേക്കില്ല. ഞാനല്ല, അവനാ.